So, welcome back to my YouTube channel. So, ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്ന ഹെയർ മാസ്കോ ഫേസ് പാക്കോ ഒന്നുമല്ല, ഒരു സിമ്പിൾ ഗിവ് ആണ്. ഗിവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിലുണ്ട്, വളരെ സിമ്പിളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ നമുക്കിതിന് വേണ്ടത് ഒരു ബോട്ടിൽ, അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചൊരു ബോട്ടിൽ, പിന്നെ ഒരു ടേപ്പ്. അത് നിങ്ങൾക്ക് പ്ലെയിൻ ടേപ്പല്ല എടുക്കുക. ഇത് ഞാൻ ടേപ്പ് എടുത്തേക്കുന്നത് മറ്റേ വൈറ്റ് ടേപ്പ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. പിന്നെ കളേഴ്സ്, ബ്രഷ്, പിന്നെ 2 ബഡ്സ്, അത് നമുക്ക് തുടയ്ക്കാനായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ വെള്ളം. സോ ഈ ബോട്ടിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ടേപ്പ് പൊട്ടിക്കണം. പൊട്ടിക്കുന്ന ആക്ച്വലി സ്ലാൻഡിങ് ആയിട്ടാണ് കാണിച്ചത്. വേണ്ടേ ഇങ്ങനെ ചുറ്റി ഒട്ടിക്കണം. അതിങ്ങനെ ഒരു ക്രോസ് ഷേപ്പ് പോലെ. അയ്യോ സോറി, കത്രി എടുക്കാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ച കൈ വെച്ച് മുടിക്കാൻ പറ്റുമെന്ന് നടന്നില്ല. ഞാൻ പോയി കത്രി എടുത്ത് ഓടി വരാം. കത്രി കിട്ടി. നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഒരു ക്രോസ്, ഒരു സ്ലാഷ് പോലെ ചെയ്യണം. സോ നമ്മുടെ ടേപ്പ് പൊട്ടിക്കൽ പരിപാടി കഴിഞ്ഞു. ഇത് കണക്കിരിക്കും, കണ്ടോ 2 സൈഡിൽ. സോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് പെയിൻ്റ് അടിക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്ന റെഡാണ്. ഇത് വെള്ളത്തിൽ മുക്കണ്ട. വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കിയിട്ട് പെയിൻറ്റ് മുക്കി കഴിയുമ്പം അതിന് ഒഴുകാൻ ചാൻസ് ഉണ്ട്, ഗ്ലാസ് അല്ലേ. സോ വെള്ളത്തിൽ മുക്കാതെ ഡയറക്റ്റ് ബ്രഷ് എടുത്ത് പെയിൻറ്റ് മുക്കിയിട്ട് നമുക്ക് ഒരു പൂ ഷേപ്പിലാണ് വേണ്ടത്, ഒരു ഹാഫ് പൂ. അപ്പോൾ പകുതി പെറ്റൽ മറ്റേ ടേപ്പിനോട് ചേർന്നിട്ട് ഇത് കറക്റ്റ് പെറ്റലിൻ്റെ ഷേപ്പൊന്നും വരണമെന്നില്ല, ബട്ട് ഈ കളേഴ്സ് തന്നെ ഒരു ഏകദേശം ഷേപ്പ് മതി. ഷേപ്പ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഒരു 5 പെറ്റൽസ്, അതിനകത്ത് 2 പെറ്റൽസ് ടേപ്പിനോട് ചേർന്നായിരിക്കും. അതേ കണക്ക് തന്നെ നമുക്ക് മേളിലും പെറ്റൽ വരയ്ക്കാം. ഞാനിപ്പം വരച്ചേക്കുന്ന ഒരു 3 പെറ്റലിൻ്റെ റോ ആണ്. ആ ടേപ്പിൻ്റെ സൈഡിൽ 3 പെറ്റലല്ല 3 ഫ്ലവേഴ്സ്. പുറത്തെ വിളിച്ച് പറയുകയാണ്, ക്ഷമിക്കണം. അവിടെയും 5 പെറ്റൽസ് ആയിട്ട് ഒരു ഫ്ലവർ. എക്സാക്ട് പെറ്റലിന് ഷേപ്പ് വരണമെന്നില്ല, ഏകദേശം ഷേപ്പ് വന്നാൽ മതി. അതൊക്കെ തന്നെ മേളിൽ. അപ്പം 3 ഫ്ലവേഴ്സിന് റോ. സോ ഇതാണ്ടേ, ഞാനിപ്പോൾ ആ ടേപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരച്ചിട്ടുണ്ട്, മനസ്സിലായോ? എല്ലായിടത്തും 3 ഫ്ലവേഴ്സ് വെച്ചിട്ട്. സോ നമുക്കിനി ഫ്ലവറിൻ്റെ അകത്തുള്ള അത് ഞാൻ മഞ്ഞയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് മഞ്ഞ കൊണ്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി അകത്തായിട്ട്. ഇതൊരു സിമ്പിൾ ബോട്ടിലാട്ടോ കേട്ടോ.
എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ? ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സോ വൺസ് എല്ലായിടത്തും ഇട്ട് ഞാൻ തൈ കണക്കിപ്പം റെഡും മഞ്ഞയായപ്പം ഒരു നല്ല രസമില്ലേ? സോ ഇനി നമുക്ക് എന്താണ്, ഒരു ഫ്ലവറിൽ എന്താ ഉള്ളത്? ലീവ്സ്. സോ നമുക്കിനി ഇല വരയ്ക്കാം. അതും ഒരു ഇലയുടെ ഷേപ്പ് വെച്ച് ആ പൂവിൻ്റെ ഓരോരോ സൈഡിലായിട്ട് വരച്ചെടുത്താൽ മതി. ചിലതിനകത്ത് 2 ലീവ്സ് ഒരുമിച്ചിരിക്കുന്നതും ചിലതിനകത്ത് 1 ലീവ്സായിട്ടും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് 3 കളേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് കളേഴ്സ് ഒന്നുമില്ല. ഈ ടേപ്പ് ഞാനിപ്പോൾ വൈറ്റ് ടേപ്പ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് പ്ലെയിൻ ടേപ്പോ വേറെ ഏതെങ്കിലും കളർ ടേപ്പോ ഏതായാലും പ്രശ്നമില്ല, നമ്മുടെ ടേപ്പ് ഇളക്കി കളയുന്നതായിരിക്കും. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സംസാരം കുറച്ചാണ് വീഡിയോ എടുത്തിരുന്നത്. സംസാരം പറഞ്ഞാൽ പിന്നെ ലാഗെടുത്ത് കൂടുതലായി പോകും, വീഡിയോ അങ്ങ് നീണ്ടു പോകും. സോ മേലത്ത് ഞാനവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട്. അവിടെയും ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് റെഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പെറ്റൽസ് വരയ്ക്കത്തില്ലേ, കണക്ക് വരച്ച് നടുക്ക് യെല്ലോ ഡോട്ട് ആസ് യൂഷ്വൽ മറ്റേ ചെയ്ത് കണക്ക് തന്നെ യെല്ലോ ഡോട്ട്. ഇനി എന്താണ്? ലീവ്സ്. സോ നമുക്ക് അവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുമ്പം ആ ഒരു ഇത് പോയി കിട്ടും. എന്നും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാം കൂടി കിടക്കരുത്, കൂടി കിടന്നാൽ ഭംഗി പോകും. സോ അത് അത്ര കൂടാതെ കുറച്ച് ഡിസ്റ്റൻസ് ഗ്യാപ്പൊക്കെ വിട്ട് ചെയ്താൽ മതി. സോ വൺസ് എല്ലാം കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ടേപ്പ് പതുക്കെ ഇളക്കിയിട്ട് കളയണം. സോ സാധനം ഭയങ്കര സിമ്പിളല്ലേ, വളരെ ഈസി അല്ലേ? കണ്ടോ, അധികം സാധനങ്ങൾ ആവശ്യം വന്നതുമില്ല. ജസ്റ്റ് 3 കളേഴ്സ്, റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ. അതുകൊണ്ടുണ്ടാകും ഒരു കുപ്പി എന്ത് അടിപൊളിയായി. സോ ഇതെല്ലാവരും ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. അപ്പം ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.